എനിക്ക് വ്യക്തിപരമായൊരു കടപ്പാട് കൂടി ഉള്ളതുകൊണ്ട് വി.എസ്. അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ്റെ അന്ത്യയാത്രയുടെ പിന്നാലെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ എങ്കിലും ചെയ്യാതിരിക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിന് തയ്യാറാകുന്നത്. വി.എസിൻ്റെ അന്ത്യം കേരളത്തിലെ എന്നല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ ചിന്താഗതിയുടെ അവസാന തിരശീലയും കൂടെ ഇട്ടുകൊണ്ടാണ് കടന്നുപോയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ കഴിയാത്തത് ഒരുപക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വൈതാളികന്മാരായ ഒരു കൂട്ടർക്ക് മാത്രമായിരിക്കും. ബാക്കി CPM-കാർക്ക് പോലും അറിയാം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അതിൻ്റെ അവസാനത്തെ ചെങ്കതിർ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്ന്. അദ്ദേഹം എൻ്റെ കേരളത്തനിമ എന്ന ചരിത്ര പുസ്തകം മുഖ്യമന്ത്രിയായിരിക്കെ ക്ലിഫ് ഹൗസിൽ വെച്ച് പ്രകാശനം ചെയ്തത് വളരെ യാദൃച്ഛികവും വളരെ പെട്ടെന്നുമായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതുമില്ല. എനിക്കിപ്പോൾ പറയാനുള്ള കാര്യം, വി.എസ്. അന്തരിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രാമൊഴി ചെല്ലുന്നതിന് വേണ്ടി കടന്നുപോയ വഴികളിലെല്ലാം നിറഞ്ഞു നിന്ന് ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ, കണ്ണേ കരളെ, വി.എസ്.എ ഞങ്ങളിലൂടെ ജീവിക്കും എന്ന മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിയ സാധാരണക്കാരായ CPM-കാരോട്, അവരെ പിന്തുണച്ച, അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുവാൻ കഴിയാതെ കടന്നുപോയ അച്യുതാനന്ദൻ എന്ന നേതാവിനോട് അവർക്കുള്ള കടപ്പാടും ബാധ്യതയും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, വി.എസിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള അന്ത്യയാത്ര ആലപ്പുഴ എത്തുന്നതിന് വേണ്ടി ആലപ്പുഴ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കാത്തിരുന്ന കേരള മുഖ്യമന്ത്രി, അതിന് തൊട്ടടുത്തിരുന്ന S. രാമേന്ദ്രൻപിള്ള, ഇവരുടെയൊക്കെ ചുണ്ടുകളിൽ വിരിഞ്ഞിരുന്ന ചിരി എത്ര ഭീകരമായൊരു മാനസികാവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നത് ഒരുപക്ഷെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയില്ല. ആ ചിരി CPM-കാരായ സാധാരണ അണികളോട്, അവരുടെ വികാരങ്ങളോടുള്ള ഒരു പരമപുച്ഛത്തെയാണ് പ്രകടിപ്പിച്ചത് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. വി.എസ്. തന്നെ വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ് വിജയൻ. ആ വി.എസിൻ്റെ കാൽക്കൽ തന്നെ വെട്ടിക്കൊണ്ടാണ്, ആ വി.എസിനെ തന്നെ പരസ്യമായി അപമാനിച്ചുകൊണ്ടാണ് വിജയൻ വളർന്നു വന്നത്, അധികാരം പിടിച്ചെടുത്തതിൻ്റെ ഭാഗമായി തനിക്ക് ചുറ്റും കമ്മ്യൂണിസ്റ്റുകാരന് യോജിക്കാത്ത തരത്തിലുള്ള ഒരു വലയം സൃഷ്ടിച്ചെടുക്കുകയും വൈതാളികൾ സൃഷ്ടിച്ചെടുക്കുകയും അവരുടെ ചിലവിൽ സ്ഥാന സമ്മേളനത്തിൽ വെച്ച് തന്നെ അപമാനിക്കപ്പെട്ടിറങ്ങി വരികയും ചെയ്ത വി.എസ്. പ്രവർത്തകരുടെ മനസ്സിലുണ്ട്. പക്ഷേ ഈ മുദ്രാവാക്യം വിളിയിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നെല്ലാമുള്ള ക്ലീശയ മുദ്രാവാക്യങ്ങൾ വിളിച്ച ആ സഖാക്കൾ വി.എസിനെ ഇത്ര പരസ്യമായി അവഗണിക്കുകയും നിന്ദിക്കുകയും ചെയ്ത സമയങ്ങളിൽ, വി.എസിനെ ആക്ഷേപിക്കുന്ന സമയങ്ങളിൽ നിശബ്ദരായി അത് കേട്ടിരിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ മനഃശാസ്ത്രം ഇനിയെങ്കിലും അവരൊന്ന് പറഞ്ഞു തരേണ്ടതാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. വി.എസിന് വേണ്ടി പോരാടുവാൻ ഇറങ്ങിയിട്ടുണ്ട്, കേരളത്തിലെ ജനങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നേടിക്കൊടുക്കുന്നതിൽ കേരളത്തിലെ ജനങ്ങളും പാർട്ടി അണികളുമെല്ലാം ശക്തമായി ഇടപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അതിനപ്പുറം പുന്നപ്ര വയലാർ സമരനായകനെ അത് കാലിൽ ഒരു മുള്ളുകൊണ്ടു എന്ന തരത്തിൽ പരിഹസിക്കുമ്പോൾ, ബക്കറ്റിലെ വെള്ളം എന്ന് വിളിക്കുമ്പോൾ, തൻ്റെ ബുദ്ധിയും വിവേകവുമില്ലാത്ത അണികളെ കൊണ്ട് വെട്ടി പട്ടിക്കിട്ട് കൊടുപ്പിക്കുമെന്നും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നടത്തും എന്നും പറയിപ്പിക്കുമ്പോൾ, വർഗവഞ്ചകനാണെന്നൊരു പീറ പെണ്ണിനെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ
ഇതെല്ലാം കേട്ട് നിന്ന അണികൾ ഞങ്ങളുടെ തെങ്ങിലെ റോസാപ്പൂ എന്നെല്ലാം മുദ്രാവാക്യം വിളിക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? മരിക്കുമ്പോൾ തീരെ കൊള്ളരാത്ത ആളുകൾ പോലും വിശുദ്ധരായി മാറാറുണ്ട്. VS അങ്ങനെ വിശുദ്ധനായി മാറേണ്ട ഒരാളല്ല. അദ്ദേഹം പരിപൂർണനായൊരു കമ്മ്യൂണിസ്റ്റാണെന്നോ പൂർണ്ണനായൊരു ജനാധിപത്യവാദിയാണെന്നോ തികച്ചും മാതൃകാപരമായൊരു മനുഷ്യനാണെന്നോ എന്നും ഉള്ള അഭിപ്രായം എനിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും, ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, FIക്കാർ ABVPക്കാർ കുട്ടികളെ കല്ലെറിഞ്ഞ് ആറ്റിൽ താഴ്ത്തി കൊന്ന സമയത്ത് അതിനെക്കുറിച്ച് നടത്തിയ പരാമർശം തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അവിടെ നിൽക്കെ തന്നെ രാഷ്ട്രീയ പ്രതിബദ്ധതയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സത്യസന്ധതയും പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരാളായിരുന്നു VS എന്നതിൽ സംശയമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPMനെ പോലെ പ്രത്യയശാസ്ത്രം കൈയൊഴിഞ്ഞ ഒരു പാർട്ടിയിൽ നിന്ന് ആ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അവിവേകങ്ങൾ നിറഞ്ഞ അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങൾ, പ്രസംഗങ്ങൾ ഇതെല്ലാം കൂടെ നടത്തിയിട്ടുണ്ടെന്ന്. അത് CPMൽ നിൽക്കുന്നിടത്തോളം കാലം അങ്ങനെ ചെയ്യേണ്ടി വരികയും ചെയ്യും. അതുമാത്രം വെച്ചുകൊണ്ടല്ല ഞാൻ VSനെ അളക്കുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള സമരങ്ങൾ ഇവിടെ പ്രസിദ്ധമായ എല്ലാവരും പറഞ്ഞ് പഴകിപ്പോയ ആ കാര്യങ്ങളൊന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല. എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള കാര്യം, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം കേരളത്തിൽ വലിയ ചുടുകാട്ടിൽ VSനോടൊപ്പം കത്തിയമർന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുകയാണ്. ആ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കുന്നതിന് ഇവിടെ ഇപ്പോൾ അധികാരത്തിൻ്റെ പിൻബലത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം വിളിക്കാൻ നിൽക്കുന്ന, വൈതാളികരായി വേഷം കെട്ടി നിൽക്കുന്ന ആളുകൾക്ക് VSൻ്റെ ശൂന്യത, VS സൃഷ്ടിച്ച രാഷ്ട്രീയമായ വിടവ് നികത്തുവാനാവുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇനി അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല എന്നല്ല, VSൻ്റെ മരണം ചരമം ഒരു പ്രതീകമാണ്. അത് അദ്ദേഹം കൂടെ സ്ഥാപിച്ച, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൂടി സ്ഥാപിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPMൻ്റെയും അന്ത്യം സൂചിപ്പിക്കുകയാണ്. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ ഓർപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് VS ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ, അദ്ദേഹം നടത്തിയ അഴിമതിക്കെതിരെയുള്ള സമരം, അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ, ഇതൊന്നും ഇനി CPMന് നടത്തുവാൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്കറിയാം. അവർ നടത്തണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, VS അച്യുതാനന്ദൻ കേരളത്തിൽ നിന്ന് ആ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയെയും കൂടിക്കൊണ്ടാണ് വലിയ ചുടുകാട്ടിൽ എരിഞ്ഞടങ്ങിയിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം നാം ഓർമ്മിക്കുക. VS അച്യുതാനന്ദന് എൻ്റെ അഭിവാദ്യങ്ങൾ. വിപ്ലവ അഭിവാദ്യമെന്നും വിപ്ലവ നക്ഷത്രമെന്നുമുള്ള പ്രയോഗങ്ങളൊന്നും മലയാളത്തിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പേരിൽ പറയുന്നതിൽ അർത്ഥവുമില്ല. വിപ്ലവബോധം എന്ന് പറയുന്നത് എന്നേ കൈയൊഴിഞ്ഞിരിക്കുന്നു ആ രാഷ്ട്രീയ പാർട്ടി. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, VSൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഒരു മുതലാളിയും ഉണ്ടായിരുന്നില്ല, ഒരു വ്യവസായിയും ഉണ്ടായിരുന്നില്ല. വെറും സാധാരണ ജനങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. എന്തുകൊണ്ടാണ് വ്യവസായികൾ, സാഹിത്യകാരന്മാർ, സിനിമാ നടന്മാർ തുടങ്ങിയവരാരും VSൻ്റെ ശവസംസ്കാര ചടങ്ങിലോ VSൻ്റെ അന്ത്യപ്രണാമങ്ങളിലോ പങ്കെടുക്കാതിരുന്നത്? മുഖ്യമന്ത്രിയെപ്പോലെ തന്നെ അവരും എന്തുകൊണ്ടാണ് മാറി നിന്നത് എന്ന കാര്യം VSും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ അധികാര ചക്രത്തിന് ചുറ്റും തിരിയുന്ന
സാംസ്കാരിക നായകന്മാർക്കും സിനിമ നടന്മാർക്കും നടിമാർക്കുമെല്ലാം എത്തിപ്പെടാത്ത ഒരു മേഖലയിലാണ് എന്ന കാര്യം കൂടി ഈ ശവസംസ്കാരം ആ ചടങ്ങിൽ അത്തരം എല്ലാ ആളുകളും മാറി നിന്നു. അവർ അപ്രത്യക്ഷരായിരുന്നു. അവരുടെ അസാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു ശരിക്കും വാറോല ചെക്കൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പോയിരുന്ന സാഹിത്യകാരന്മാർ, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം മരിച്ചു പോയിട്ടില്ല എന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അവരെ ആരെയും VSൻ്റെ ശവസംസ്കാര ചടങ്ങിൽ കണ്ടില്ലെങ്കിലും അവർ മുഖ്യമന്ത്രിയുടെ കസേരയുടെ കീഴിൽ ചെന്ന് ചടഞ്ഞുകൂടി കിടക്കുന്നുണ്ടാകും എന്ന് നമുക്ക് ആശ്വസിക്കാം. വീണ്ടും VSൻ്റെ സ്മരണയ്ക്ക് അഭിവാദ്യങ്ങൾ.